കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നേക്കും സ്തുതിക്കുവിൻ. എല്ലാ സ്തോത്രങ്ങൾക്കും അതീതനായ അവിടുത്തെ മഹനീയ നാമം സ്തുതിക്കപ്പെടട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമുക്ക് ദാനമായി ജീവനും ജീവശ്വാസവും നൽകിയ ദൈവത്തെ നാം സ്തുതിക്കണം. അവിടുത്തേക്ക് നന്ദി പറയണം. അവിടുത്തെ നാമത്തെ ഉയർത്തി സ്തോത്രങ്ങൾ ആലപിക്കണം. അവിടുന്ന് മാത്രമാണ് കർത്താവ്. അവിടുന്ന് ആകാശത്തെയും സ്വർഗാതിസ്വർഗത്തെയും ആകാശ സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും ഉണ്ടാക്കി. ആ കർത്താവ് എത്ര നല്ല ദൈവമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രതികൂലമായ സാഹചര്യത്തെ നോക്കി ദൈവത്തിനെതിരെ പിറുപിറുക്കാതെ പാപം വഴി കടന്നു വന്ന ശാപത്തെ നീക്കം ചെയ്യുവാൻ നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ രക്തം ചിന്തിയ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പാപത്തെ മാറ്റി, ശാപത്തെ മാറ്റി അനുഗ്രഹമാക്കി മാറ്റും. നമ്മുടെ പാപങ്ങളും പിതാക്കന്മാർ ചെയ്ത പാപങ്ങളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നെഹമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നു, ജനം ഒന്നു ചേർന്ന് അവർ നശിക്കാതിരിക്കുവാൻ ചാക്കൊടുത്ത് തലയിൽ പൂഴി വിതറി ഉപവസിച്ചു. അവർ എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും ഏറ്റുപറയുകയും ദൈവമായ കർത്താവിന്റെ നിയമഗ്രന്ഥം വായിക്കുകയും തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തിരുവചനം പ്രഖ്യാപിക്കുന്നു: നീ ഇന്ന് എഴുന്നേറ്റ് നിന്ന് നിന്റെ ദൈവമായ കർത്താവിനെ സ്തുതിക്കണം. എല്ലാ സ്തോത്രങ്ങൾക്കും അതീതനായ അവിടുത്തെ മഹനീയ നാമം സ്തുതിക്കപ്പെടട്ടെ. നമ്മുടെ കർത്താവായ യേശുവിനെ ഈ നിമിഷം നമുക്ക് സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ സാന്നിധ്യത്തെ വിളിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അവസ്ഥ ഏതുമായാലും ആ അവസ്ഥയിൽ നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് പറയാം: കർത്താവേ, അങ്ങയുടെ കൂടെ എനിക്ക് ജീവിക്കണം, അങ്ങയോടുകൂടെ എനിക്ക് നടക്കണം. ഓ എൻ്റെ യേശുവിൻ കൂടെ ജീവിച്ചിടണം, എന്നേശുവിൻ കൂടെ നടന്നിടണം. ഹല്ലേലൂയ. സുഖമായാലും ദുഃഖമായാലും എൻ കൂടെ എന്നും എന്നേശു മതി. യേശുവിൻ കൂടെ ജീവിച്ചിടണം, എന്നേശുവിൻ കൂടെ നടന്നിടണം. സുഖമായാലും ദുഃഖമായാലും എൻ കൂടെ എന്നും എന്നേശു മതി. ഇല്ല, പിരിയില്ല നാഥ, അകലില്ല നാഥ, നിന്നിൽ നിന്നും ഞാൻ പോകില്ല നാഥ. ഇല്ല, പിരിയില്ല നാഥ, അകലില്ല നാഥ, നിന്നിൽ നിന്നും ഞാൻ പോകില്ല നാഥ. ആ സ്നേഹമോർത്ത, ആ ത്യാഗമോർത്ത എന്നേശുവിൽ നിന്നും പിരിയില്ല ഞാൻ. സ്നേഹമോർത്ത, ആ ത്യാഗമോർത്ത എന്നേശുവിൽ നിന്നും പിരിയില്ല ഞാൻ. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ദുഃഖാവസ്ഥയിലും സന്തോഷത്തിലും ഞാൻ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ കടന്നു വരണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ എൻ്റെ യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ജീവിതമേകുന്നത് എന്തായാലും മനതാരിലേകുന്നത് മുറിവായാലും, ജീവിതമേകുന്നത് എന്തായാലും മനതാരിലേകുന്നത് മുറിവായാലും, കണ്ണീരായാലും വേദനയായാലും യേശുവിൽ നിന്നും പിരിയില്ല ഞാൻ. കണ്ണീരായാലും വേദനയായാലും
യേശുവിൽ നിന്നും പിരിയില്ല ഞാൻ. യേശുവിൻ കൂടെ ജീവിച്ചിടണം, എന്നേശുവിൻ കൂടെ നടന്നിടണം. സുഖമായാലും ദുഃഖമായാലും എൻ കൂടെ എന്നും എന്നേശു മതി. കർത്താവേ, അങ്ങയുടെ നാമത്തെ ഉയർത്തുന്ന ഈശോ, ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും ആവശ്യങ്ങളും അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൂടെയുള്ള പ്രാർത്ഥനയാൽ ഞങ്ങൾ ശക്തിപ്പെടുവാൻ തക്കവിധം അങ്ങയുടെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണമേ യേശുവേ, ഞങ്ങളെ സഹായിക്കണമേ. മാറേറെ ഉണ്ടായാലും നന്മയാൽ ജീവിതം ധന്യമായാലും, സ്നേഹിതന്മാരേറെ ഉണ്ടായാലും നന്മയാൽ ജീവിതം ധന്യമായാലും, സന്തോഷമായാലും അനുഗ്രഹമായാലും യേശുവിൽ നിന്നും പിരിയല്ല ഞാൻ. സന്തോഷമായാലും അനുഗ്രഹമായാലും യേശുവിൽ നിന്നും പിരിയല്ല ഞാൻ. ഓ എൻ്റെ യേശുവേ, യേശുവിൻ കൂടെ ജീവിച്ചിടണം, എന്നേശുവിൻ കൂടെ നടന്നിടണം. സുഖമായാലും ദുഃഖമായാലും എൻ കൂടെ എന്നും എന്നേശു മതി. യേശുവിൻ കൂടെ ജീവിച്ചിടണം, എന്നേശുവിൻ കൂടെ നടന്നിടണം. സുഖമായാലും ദുഃഖമായാലും എൻ കൂടെ എന്നും എന്നേശു മതി. ഇല്ല പിരിയില്ല നാഥ, അകലില്ല നാഥ, നിന്നിൽ നിന്നും ഞാൻ പോകില്ല നാഥ. ഇല്ല പിരിയില്ല നാഥ, അകലില്ല നാഥ, നിന്നിൽ നിന്നും ഞാൻ പോകില്ല നാഥ. അനുതാപത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുന്ന നിങ്ങളെ ഏവരെയും കർത്താവായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും നിങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവ് സഹായിക്കട്ടെ എന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.